പ്രിയമുള്ളവരെ, ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ക്യാൻസറിനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ പലവിധ മിഥ്യാധാരണകളും ഇന്നും നിലവിലുണ്ട്. ഇതിലൊരു പ്രധാന മിഥ്യാധാരണയാണ് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നാൽ ആ കുടുംബത്തിൽ എല്ലാവർക്കും ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നൊരു മിഥ്യാധാരണയുണ്ട്. ഈ കാര്യം പൂർണ്ണമായിട്ടും ശരിയല്ല എന്ന് നമുക്കെല്ലാവർക്കും ഇപ്പോഴറിയാം. അതുപോലെ തന്നെ ഒരു മിഥ്യാധാരണയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ പല ആൾക്കാരും പറയും, ഡോക്ടറെ ഞങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മമാർ 3-4 തലമുറകളായിട്ട് ആർക്കും ക്യാൻസർ വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാൻസർ വരുന്നത് ഞങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കുടുംബത്തിൽ തലമുറകളായി ആർക്കും ക്യാൻസർ ഇല്ലെന്ന് വരികയും പോലും പുതിയ ഒരാൾക്ക് ക്യാൻസർ വരാം. കാരണം ക്യാൻസർ വരാനുള്ള ഒരു പ്രധാന കാരണം പാരമ്പര്യമല്ല. പാരമ്പര്യമല്ലാതെ പല കാരണങ്ങൾ കൊണ്ടും ക്യാൻസർ വരാം. പാരമ്പര്യമായിട്ട് കുടുംബങ്ങളിൽ ഇങ്ങനെ തലമുറകളായിട്ട് വരുന്ന ക്യാൻസറുകൾ കുറച്ചൊക്കെ ഉണ്ടെന്ന് വരികയും ബഹുഭൂരിപക്ഷം ക്യാൻസറുകളും പാരമ്പര്യമായിട്ട് വരുന്നതല്ല. പല ക്യാൻസറുകളും വരാനുള്ള കാരണം നമ്മുടെ ജീവിത രീതിയിലുള്ള വ്യത്യാസം, പുകവലിക്കുക, മദ്യപിക്കുക, വണ്ണം വെക്കുക മുതലായവയാണ്. എന്ന് മാത്രമല്ല, ഈ പല ക്യാൻസറുകളും എന്തുകൊണ്ട് വന്നു, അല്ലെ ഒരാൾക്ക് ക്യാൻസർ വരാനുള്ള എക്സാക്റ്റ് കാരണം എന്താണ്, ഇത് നമുക്കിന്നും അജ്ഞാതമായിട്ടുള്ളൊരു കാരണമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തലമുറകളായിട്ട്, അത് 5-6 തലമുറകളൊക്കെ അറിയാവുന്ന ആളുകളുണ്ട്. തലമുറകളായിട്ട് ആർക്കും ക്യാൻസർ ഇല്ലെങ്കിൽ പോലും ആ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ക്യാൻസറിൽ നിന്ന് സേഫാണ്, ഒരിക്കലും വരത്തില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം പല ക്യാൻസറുകളും പാരമ്പര്യമായിട്ട് വരുന്നില്ല. പാരമ്പര്യമായിട്ട് വരുന്ന ക്യാൻസറുകൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.